ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളി സ്മൂത്ത് സൂം ട്രാൻസിഷൻ്റെ വീഡിയോ ആണ്. സോ ഇൻസ്റ്റഗ്രാമിലൊക്കെ അടിപൊളി റീൽസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സൂം എഫക്റ്റ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് ആദ്യം പ്രിവ്യൂ കണ്ടോക്കാം. ഈ ഒരു സ്മൂത്ത് ആയിട്ടുള്ള ട്രാൻസിഷൻ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. സോ ലൈറ്റ് മോഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ആ ലൈറ്റ് മോഷൻ്റെ XML ഫയലിൻ്റെ ലിങ്കും കാര്യങ്ങളെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ നമുക്ക് എങ്ങനെയാണ് ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളതിൻ്റെ ട്യൂട്ടോറിയലിലേക്ക് കിടക്കാം. ഇപ്പോൾ ഞാൻ എൻ്റെ ലൈറ്റ് മോഷനിലൂടെ കട്ട്സൊക്കെ ആഡ് ചെയ്ത് ബീറ്റിനനുസരിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഫസ്റ്റ് ആഡ് എഫക്റ്റ് കൊടുത്ത് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ടൈൽസ് എഫക്റ്റ് ആഡ് ചെയ്ത് എനേബിൾ ചെയ്യാനൊക്കെ എനേബിൾ ചെയ്ത് ജസ്റ്റ് ബാക്ക് അടിച്ച് വീണ്ടും എഫക്റ്റ് സെക്ഷനിൽ പോയിട്ട് ആഡ് എഫക്റ്റ് കൊടുത്ത് നമുക്കിതിലേക്ക് പിഞ്ച് ബൾജ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് പിഞ്ച് ബൾജിൻ്റെ റെഡ്യൂസ് നമുക്ക് ഫുള്ളാക്കി കൊടുക്കാം. സോ ഒരു 2000 ആക്കി കൊടുക്കാം. ഫുള്ളാക്കിയിട്ട് സ്ട്രെങ്ത്ത് നമുക്ക് 1 ആക്കിയിട്ട് സ്ട്രെങ്ത്തും ഫുള്ളാക്കിയിട്ട് ഫസ്റ്റിലെ കീ ഫ്രെയിം ആഡ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റിലേക്ക് കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. സെക്കൻഡ് കീ ഫ്രെയിമിൻ്റെ വാല്യൂ 0 ആക്കിയിട്ട് സ്ക്രീനിൽ കാണുന്ന ഒരു ഗ്യാപ്പ് കൂടെ സെറ്റാക്കി കൊടുക്കാം. സോ എന്നിട്ട് കുറച്ച് നീക്കിയിട്ട് ഒരു കീ ഫ്രെയിം കൂടെ ആഡ് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ നമുക്കൊരു 14 ആക്കി കൊടുക്കാം. സോ 14 or 15 ആക്കി കൊടുക്കാം. എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്യാപ്പ് കൂടെ ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ബാക്ക് അടിക്കാം. നെക്സ്റ്റ് നമുക്ക് വീണ്ടും FS സെക്ഷനിൽ പോയിട്ട് സൂം ബ്ലർ ആഡ് ചെയ്ത് കൊടുക്കാം. സൂം ബ്ലർ എന്ന് പറയുന്നത് സെർച്ച് ചെയ്ത് സൂം ബ്ലർ ആഡ് ആക്കിയിട്ട് സൂം ബ്ലറിൻ്റെ വാല്യൂ നമുക്കൊരു 20 ആക്കി കൊടുക്കാം. ഫസ്റ്റ് ഒരു 20 ആക്കിയിട്ട് ജസ്റ്റ് ഒരു കീ ഫ്രെയിം എടുത്ത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയി പിന്നെ ജസ്റ്റ് ഒന്ന് കുറച്ച് കൊടുക്കാം. ശേഷം നമുക്ക് വീണ്ടും FS സെക്ഷനിൽ പോയിട്ട് ഗോഷ്യൻ ബ്ലർ ആഡ് ആക്കി കൊടുക്കുക. സോ ഗോഷ്യൻ ബ്ലർ എന്ന് സെർച്ച് ചെയ്ത് ഗോഷ്യൻ ബ്ലർ ആഡ് ആക്കിയിട്ട് ഫസ്റ്റിലേക്ക് ഒരു കീ ഫ്രെയിം കൊണ്ടുപോയിട്ട് പിന്നെ കുറച്ച് ആക്കിയിട്ട് ഒരു 0 ആക്കി കൊടുക്കാം. സോ ഇതേ പ്രൊസീജിയറാണ് നമ്മൾ എൻഡിൽ ചെയ്ത് കൊടുക്കാം. എൻഡിലായിട്ട് നമുക്കൊരു 300 ആക്കി കൊടുക്കാം. സോ ഒരു കീ ഫ്രെയിം കൂടെ ഒരു ഗ്രാഫ് കൂടെ അതിലേക്ക് ആഡ് ആക്കിയിട്ട് ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച് നമ്മൾ നെക്സ്റ്റ് ആയിട്ട് ആഡ് ചെയ്യാൻ പോകുന്ന എഫക്റ്റാണ് ലീനിയർ ബ്ലർ. സോ FS സെക്ഷനിൽ പോയിട്ട് സെർച്ചിൽ ലീനിയർ ബ്ലർ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ശേഷം നമുക്ക് അതിൻ്റെ സ്ട്രെങ്ത്ത് ഒരു 3 ആക്കി കൊടുക്കാം. 3 ആക്കിയിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഫസ്റ്റിലേക്ക് കൊണ്ടുപോയി കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ കീ ഫ്രെയിമിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. സോ എന്നിട്ട് സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഗ്രാഫ് കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഈ എഫക്റ്റ് ജസ്റ്റ് ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആക്കാം. ഡ്യൂപ്ലിക്കേറ്റ് ആക്കിയിട്ട് അടിയിൽ കിടക്കുന്ന എഫക്റ്റിൻ്റെ ആംഗിൾ നമുക്ക് 19 ആക്കി കൊടുക്കാം. സോ 19 ആക്കിയിട്ട് ജസ്റ്റ് നമുക്കൊന്ന് ബാക്ക് അടിച്ച് വീണ്ടും FS സെക്ഷനിൽ പോയിട്ട് നമുക്ക് എക്സ്പ്ലോഷർ ഗാമ എന്ന് പറഞ്ഞൊരു എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ FS സെക്ഷനിൽ പോയി ആഡ് എഫക്റ്റ് കൊടുത്ത് എക്സ്പ്ലോഷർ ഗാമ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. എക്സ്പ്ലോഷർ ഗാമ എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ചെയ്തിട്ട് അതിൻ്റെ ഫസ്റ്റിലെ വാല്യൂ നമുക്കൊരു 51 ആക്കി കൊടുക്കാം. സോ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ഫസ്റ്റിലെ വാല്യൂ 51, 52 ആക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് സെക്കൻഡായിട്ട് ആഡ് ചെയ്ത് സൂമിൻ്റെ അവിടെ ജസ്റ്റ് കുറച്ചൊന്ന് എക്സ്പ്ലോഷർ കൂട്ടി കൊടുക്കാം. ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് ജസ്റ്റ് ഒരു 20, 14 ഒക്കെ ആയിട്ട് കൂട്ടി കൊടുക്കാം. സോ എന്നിട്ട് ലാസ്റ്റ് ആഡ് ചെയ്ത കീ ഫ്രെയിം എൻഡിലേക്ക് കൊണ്ടുപോയി കൊടുക്കാം. സോ ഈ ഒരു കീ ഫ്രെയിം നമുക്ക് എൻഡിലേക്ക് കൊണ്ടുപോകാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച ശേഷം നമുക്ക് വീണ്ടും FX സെക്ഷനിൽ പോയിട്ട് നമുക്ക് പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ എഫക്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. സോ ആഡ് എഫക്റ്റ് കൊടുത്ത് പിഞ്ച് ബൾജ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്ത് ആഡ് ആക്കിയിട്ട് അതിൻ്റെ എൻഡിൻ്റെ സ്ട്രെങ്ത്തിൻ്റെ വാല്യൂ നമുക്ക് ഫുള്ളായിട്ട് കുറച്ച് കൊടുക്കാം. സ്ട്രെങ്ത്ത് കുറച്ചിട്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലേക്ക് കൊണ്ട് കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ നമുക്ക് 0 ആക്കി കൊടുക്കാം. സോ റെഡ്യൂസ് നമുക്ക് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഒരു 700 ഒക്കെ ആക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ തന്നെ ഒരു ഗ്രാഫ് കൂടെ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ നെക്സ്റ്റ് ആയി നമുക്ക് വീണ്ടും ബാക്ക് അടിച്ച് ആഡ് എഫക്റ്റ് കൊടുത്ത് ഗോഷ്യൻ ബ്ലർ ആഡ് ആക്കിയിട്ട് ഫസ്റ്റിലും എൻഡിലായിട്ട് നമുക്ക് ബ്ലർ സെറ്റ് ചെയ്ത് കൊടുക്കാം. സോ ഫസ്റ്റ് തന്നെ നമുക്ക് കുറച്ച് അതിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടി കൊടുത്ത് ഒരു കീ ഫ്രെയിം ആഡ് ആക്കി കുറച്ച് നീക്കിയിട്ട് അതിൻ്റെ വാല്യൂ 0 ആക്കി കൊടുക്കാം. സോ ഇതേ പ്രൊസീജിയറാണ് നമ്മൾ എൻഡിലും കൊണ്ടുപോയി ചെയ്യാം. സോ എൻഡിലേക്ക് കൊണ്ടുപോകാം. എൻഡിലേക്ക് കൊണ്ട് ഒരു കീ ഫ്രെയിം ആഡ് ചെയ്ത് എൻഡിലായിട്ട് കുറച്ച് ജസ്റ്റ് ഒന്ന് കൂട്ടി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഗ്രാഫ് കൂടെ ആഡ് ആക്കാം. സോ നമ്മുടെ എഫക്റ്റ് ആഡ് ആക്കലൊക്കെ ഫിനിഷ് ആക്കിയിട്ടുണ്ട്. സോ ഇത്രയുള്ള നമ്മുടെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നെക്സ്റ്റ് ടൈം നമ്മൾ ഇതൊക്കെ കോപ്പി ചെയ്ത്
മറ്റേ കട്ട്സിലേക്ക് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. സോ അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ക്രിയേറ്റ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ഒരു വീഡിയോയിലാണ്. ഓക്കെ ബൈ.